നാടകത്തിൽ കോണ്ടം വിട്ട്. എന്നിട്ട് ഈ പെണ്ണ് കരച്ചില്. അപ്പം ഞാൻ അന്ന് റിസപ്ഷനാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ കരയണ ചോദിച്ചു. ഈ പെങ്കൊച്ചിന് പേടി. ഞാൻ ചെന്തി നോക്കിയപ്പോൾ അവള് പറഞ്ഞു ഇങ്ങനെ ബന്ധപ്പെട്ടപ്പം കോണ്ട അകത്ത് പോയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ നമുക്ക് വേറൊരു ചേച്ചിയുണ്ട് ഗീതു എന്ന് പറഞ്ഞ. ആ ചേച്ചി പറഞ്ഞു കൊടുത്തു നീ ബാത്റൂമിൽ പോയിട്ട് വിരല് കൊണ്ട് ഞോണ്ടി 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 എടുത്ത അല്ലെങ്കിൽ പണി കിട്ടുന്നു. എന്നിട്ട് ഈ പെങ്കൊച്ച് നോക്കിയിട്ട് കിട്ടണില്ല. ലാസ്റ്റ് ആ പെണ്ണെടുത്ത് ആ ചേച്ചി എടുത്തു കൊടുത്ത കൈയിട്ടിട്ട്. കോണ്ടം നമ്മുടെ ഉള്ളിൽ പോകും, പെണ്ണുങ്ങളുടെ സാധനത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങും. അങ്ങനെ ഉണ്ട് ഇത്ര. ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ സാധനമുള്ളവർക്ക് കോണ്ടം നമ്മൾ വലുത് പിടിക്കുന്നത്. കോണ്ടം ലാർജ് ഉണ്ട്, സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്. ഇങ്ങനെ നോക്കിയല്ലേ മൈനു, ഇങ്ങനെ നോക്കിയിട്ട് വേണം കോണ്ടം മേടിക്കാൻ. ചെറിയ സാധനമുള്ളവർക്ക് വലിയ കോണ്ടം മേടിച്ചു കൊടുക്കുന്നത് ലൂസാവും. അത് നമ്മുടെ സാധനത്തിൻ്റെ ഉള്ളിൽ പോയിരിക്കും. ലാസ്റ്റ് ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടി വരും. സ്മോളും ലാർജും മീഡിയം ഉണ്ട്. ഓക്കെ, നമ്മൾ നോക്കി മേടിക്കണം കോണ്ടമൊക്കെ നിങ്ങളുടെ സാധനത്തിൻ്റെ വലിപ്പം അനുസരിച്ച്. അല്ല മൈനോ ആശുപത്രി ചേച്ചി എന്തി ഞാൻ പറഞ്ഞ സത്യമല്ലേ? അപ്പോൾ കോണ്ടം മേടിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചോ. സ്പായൽ കുഞ്ഞു 6 ഇഞ്ച് കോണ്ടം ഉണ്ടാവും. 6 ഇഞ്ചിന് ഏറ്റവും വലുത് ഡൂളക്സ് ആണ്. ഡൂളക്സ് അതാണ്. അത് മേടിച്ചാൽ പവർഫുള്ളായിരിക്കും. ചെറിയ വണ്ടിയുള്ളവർക്ക് പറ്റില്ലേ. ചെറിയ വണ്ടിയുള്ളവർക്കാണെങ്കിൽ 10 രൂപ കിട്ടും. അത് കെമിക്കൽ ഉണ്ടാവും. പിന്നെ ഈ കോണ്ടം മേടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഡൂളക്സിൻ്റെ മേടിക്കണം. എന്താണെന്ന് വെച്ചാൽ ചില കോണ്ടം മേടിക്കുമ്പോൾ ലിക്വിഡ് ഉണ്ടാവില്ല. ചില പെണ്ണുങ്ങൾക്ക് ബന്ധപ്പെടുമ്പോൾ ലൂബ്രിക്കേഷൻ വരണമെന്നില്ല. ഓക്കെ, ഈ ലൂബ്രിക്കേഷൻ വരാതിരിക്കുമ്പം നമ്മൾ ചില വലിയ വില, അതായത് ഞാൻ പറഞ്ഞുതരാം, ഒരു 12 കോണ്ടത്തിന് ഏകദേശം ഒരു ഡൂളക്സിൻ്റെ ആകുമ്പം 48 ദിർഹംസ് വരും. ഓക്കെ, 48 ദിർഹംസിൻ്റെ വലിയൊരു പാക്കറ്റ് ഇടും, നീല പാക്കറ്റ്. അത് മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഡൂളക്സിൻ്റെ ഉള്ളിൽ ഒരു ലിക്വിഡ് ഉണ്ടാവും. ഓക്കെ, ആ ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, തേൻ പോലത്തെ ലിക്വിഡാണ്. ചെറിയൊരു മധുരം പുളിപ്പൊക്കെ ഉണ്ടാവും. ഓക്കെ, അത് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കവറിൽ തന്നെ ലിക്വിഡ് ഉണ്ടാവും. മനസ്സിലായോ? അല്ല അശ്വജി, അല്ലേ? നല്ലതാ, സത്യമാണ് മൈനു, നല്ലതാ. ഡൂളക്സിൻ്റെ ഇപ്പോൾ ഭർത്താക്കന്മാർ ഭാര്യയെ ബന്ധപ്പെടുമ്പം നമ്മളൊരു മേടിക്കുവാണെങ്കിൽ 48 ദിർഹംസാണ് അതിൻ്റെ റേറ്റ്. അത് മേടിച്ച് കഴിഞ്ഞാണല്ലോ നല്ല. പക്ഷെ അതുണ്ടല്ലോ, നമ്മൾ ആ ഉറയിട്ട് ബന്ധപ്പെട്ടാലും അത് ഊരി ആ പെണ്ണിനെ വത്സനടിച്ചാൽ പോലും ആ ഒരു ചുക ഉണ്ടാവില്ല, ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും, മധുരം ഉണ്ടാവും. ചില നമ്മൾ ഈ ഡേ ടു ഡേയിലൊക്കെ കോണ്ടം മേടിച്ചു കഴിഞ്ഞാൽ, ഈ മറ്റുള്ള സ്റ്റോർ മേടിച്ചു കഴിഞ്ഞാൽ ഈ കുത്തുള്ളത്, അതിലെ ഫ്ലേവർ മേടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഈ 10 രൂപയുടെ ലോക്കായിരിക്കും. അതിനൊരു സ്മെല്ലുണ്ടാവും, ബാഡ് സ്മെല്ലുണ്ടാവും. മനസ്സിലായോ? അത് നമുക്ക് തന്നെ അറപ്പായിരിക്കും. ഓക്കെ, അപ്പം മേടിക്കുമ്പം ഏറ്റവും നല്ല വില കൂടിയ കോണ്ടം തന്നെ മേടിക്കണം. അതാകുമ്പോൾ ഇച്ചിരി മധുരം ഉണ്ടാവും, നല്ല സ്മൂത്ത് സ്മെല്ലായിരിക്കും. ഇനി അത് നമുക്ക് ഇനിയിപ്പം ഇന്നത്തെ ക്ലാസ് വിഷയം എന്താണ്? അവനസൊക്കെ വന്നോ? അപ്പോൾ അത് വത്സനടിച്ചാലും കുഴപ്പമില്ല. ഓക്കെ കേട്ടോ? അല്ലേ മേബിളു, അല്ലേ മൈനു? സത്യല്ലേ? അല്ലേ? അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മധുരമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇനിയിപ്പം അവൻ്റെ സാധനത്തിലും ഉണ്ടാവും ആ മധുരം. ഇനിയിപ്പോൾ അവൻ കോണ്ടം അവനിട്ടു, ഇനിയിപ്പോൾ നമ്മൾ ഊരിക്കളഞ്ഞ് നമ്മളൊന്ന് അവന് ലോലിപോപ്പ് ചെയ്ത് കൊടുത്തു, അതിലും ഉണ്ടാവും ഒരു സ്മെല്ലുണ്ടാവില്ല, ആ ഒരു മധുരം ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ വായിലോട്ട് പോയെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവും വരാൻ പോണില്ല. വന്നു വെറുതെ അല്ല, അവനിസൊക്കെ വന്നെന്ന് ചേച്ചി. കമ്പിയായി കൊടുത്തോട്ടെ. ഇന്നത്തെ വിഷയം പൂർവശാസ്ത്രം. മത്സരാടിക്ക് ഇഷ്ടമാണോ? മത്സരാടി എല്ലാ ലേഡീസിനും ഇഷ്ടമാണ് കേട്ടോ. മൈനയ്ക്ക് ഇഷ്ടമല്ല മൈന? മൈനയ്ക്ക് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് എൻ്റെ മുത്ത് ചെയ്തതെന്നാണ് എനിക്കിഷ്ടം. എൻ്റെ സെക്സ് സിമ്പിൾ കാണിക്കുമോ? വത്സൻ എന്താ? വത്സനോ എനിക്കും അറിയില്ല കേട്ടാ. പിന്നെ തന്നെ എൻ്റെ മൈനയ്ക്ക് ഇഷ്ടമാണ്. മൈനോ മത്സരാടി എന്ന് പറഞ്ഞാൽ എന്താന്ന്?
അവനിസക്ക എന്താ അവനിസക്ക വത്സനടി? എനിക്കറിയില്ല. എനിക്കറിയോ? എനിക്കറിയില്ല എന്താണ് വത്സൻ. അറിയില്ല ചേട്ടാ. എങ്ങനെ ചെയ്യാ എന്ന് പറ. എന്താ ആ ചേച്ചിക്കും അറിയില്ല. എന്റെ ആയിരുന്നു ചിരിപ്പിക്കില്ല എന്തോന്ന് എനിക്ക്. പക്ഷെ അതൊരു കാര്യം ചെയ്യണം. ന്യൂട്ടെല്ല ഉപയോഗിക്കണം. വിജി തന്നെ പറ, അതാ നല്ലത്. ന്യൂട്ടെല്ല ഉപയോഗിക്കണം. നക്കുന്നതല്ലേ? അപ്പൊ അത് തന്നെയാണ് വത്സനടി എന്ന് പറയുന്നത്. ന്യൂട്ടെല്ല മസ്റ്റ്. ന്യൂട്ടെല്ല പൊളിക്കും. പൊളി ടേസ്റ്റ് ആയിരിക്കും. ആ അപ്പൊ ഒരു കാര്യം, എനിക്ക് മൈനയാണ് പഠിപ്പിച്ചത്. ന്യൂട്ടെല്ല വെച്ച് ഉപയോഗിക്കാൻ എനിക്ക് മൈനയെ പഠിപ്പിച്ചു തന്നെ. ആശം ചേച്ചി ജാമ് വേണ്ടട്ടെ, ന്യൂട്ടെല്ല മതി. 69 പൊളിക്കും. അത് 2 മണിക്കൂർ എടുക്കാതെ 69 ചെയ്യണം. അത് പൊളിക്കും. അത് നോക്കണം. ഇപ്പം ന്യൂട്ടെല്ല പൊളിയാ. ന്യൂട്ടെല്ല എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്കുണ്ടല്ലോ ഭയങ്കരമായിട്ട് മൂടുവരും ന്യൂട്ടെല്ല. മത്സൻ എന്ന ആൾ വെള്ളമടിക്കുന്നത് തെളിച്ചു പറ ബിജി. പവി ന്യൂട്ടെല്ല മേടിക്ക്. ന്യൂട്ടെല്ല ഒരു കുപ്പി മേടിച്ചിട്ട് നമ്മുടെ ഈ കാലിൻ്റെ പെരുവിരലിൽ തേക്കണം. പിന്നെ ഇവിടെ തേക്കണം. നമ്മുടെ തൊടയമ്മ തേക്കണം. അങ്ങനെ നമ്മുടെ ഇവിടെയും നമ്മുടെ മുലയുടെ ഭാഗത്തും ഇടുക്കിൽ അവിടെയൊക്കെ തേക്കി നോക്കിയിട്ട് ചേച്ചിയുടെ അഭിപ്രായം പറ. സൂപ്പറാ. ഇന്ന് ന്യൂട്ടെല്ല കുറെ ചിലവാകും ചേച്ചി. പിന്നെ എൻ്റെ അടുത്ത് വരുന്നവരും ന്യൂട്ടെല്ല മേടിച്ചുകൊണ്ട് തന്നെ. കഴുകാതെ കിടന്നാൽ ഉറുമ്പ് വരില്ലേ? ഇല്ല അവനിസക്ക, ഉറുമ്പ് വരത്തില്ല. ഒട്ടത്തേ ഉള്ളൂ. ന്യൂട്ടെല്ല അവിടെ നിന്ന് കഴിച്ചിട്ടല്ല ഇവിടെ വരെ വന്ന് അപ്പോഴേക്കും വീണ്ടും തുടങ്ങിയ മൂട്. ഹായ് ഡിയർ, ഹൗ ആർ യു? അശ്വ ചേച്ചി ഇങ്ങനെ മൂട് മാറിയിട്ടില്ല, ഇപ്പോഴും നാട്ടിൽ തന്നെ. മൈനു ചെയ്ത് നോക്കണം കേട്ടോ, എന്നിട്ട് അഭിപ്രായം എന്നോട് പറയണം. ന്യൂട്ടെല്ല ഓക്കെ. അച്ചാറ് പറ്റുമോ? ബീർ നല്ലതാ. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ബീർ പൊടി കേട്ടോ. കള്ള് വിസ്കി അബ്സൊല്യൂട്ടൊന്നും കൊള്ളത്തില്ല. ബീർ പൊളിച്ചു. ബീർ ഒഴിച്ചോ, എന്നിട്ട് ചേട്ടൻ തല അവിടെ വെച്ചോ. നല്ല ഫിറ്റ് ആവുകയും ചെയ്യും. അതേ തന്നെ ആണുങ്ങളുടെ സാധനത്തിലും ബീർ ഒഴിക്കാം. പെണ്ണും ഫിറ്റാവും, അവനും ഫിറ്റാവും. ഐസ്ക്രീമിന് വലിയ താല്പര്യമില്ല. ഇന്ന് ഞാൻ വരും, ഒരുങ്ങി നിന്ന് കുഞ്ഞി നിന്നേരാം. ഞാൻ വരും. ഞാൻ എപ്പോഴാ ചേട്ടാ ഒരുങ്ങി നിൽക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ കുഞ്ഞി നിന്നേരാം, മതിയോ? തേങ്ങ എത്ര വറുത്തരച്ചാലും ചാളയല്ലേ? അതൊക്കെ വെറും തോന്നലാണ് കേട്ടോ. ഓക്കെ മതി, ഇനി വിട്ടോ. ഞാൻ ചോറുണ്ണാൻ പോവാം.